ഹലോ ഗായ്സ്, ജാക്കർ മീഡിയയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് മുനിയാട്ടുകുന്ന് എന്ന പ്രസിദ്ധമായിട്ടുള്ള ഒരു തൃശ്ശൂരിലൊരു മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഈ സ്ഥലം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ നിന്ന് ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 20 കിലോമീറ്റേഴ്സ് ഉണ്ടായിരിക്കും കേട്ടോ. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലാണ്. പിന്നെ ഇപ്പോൾ എറണാകുളം ചാലക്കുടി ഭാഗത്തുനിന്ന് വരുന്ന ആൾക്കാർ കൊടകരയിൽ നിന്ന് നേരെ വെള്ളിക്കുളങ്ങര റോഡിലേക്ക് പിടിച്ച് അവിടെ നിന്ന് വരന്തരപ്പള്ളിയിലേക്കുള്ള റോഡ് വഴി നന്ദിപുരം സെൻറ്ററിലേക്ക് എത്തും. അവിടെ നിന്ന് അറൗണ്ട് ഒരു 3 കിലോമീറ്റേഴ്സ് 4 കിലോമീറ്റേഴ്സിൻ്റെ അടുത്തുള്ളൂ. പിന്നെ ഈ ഒരു സ്ഥലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അത് മോസ്റ്റ് പ്രോബബ്ലി ഇത് നല്ലൊരു ഹൈക്കിങ് അഡ്വഞ്ചറസ് ട്രിപ്പ് പോലെയൊക്കെ നമുക്ക് കയറിപ്പോകാന്നുള്ളതാണ്. അതായത് സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം അങ്ങനെയൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. ഇവിടെ സേഫ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. ഒരു അമ്പലമുണ്ട്, ഇതൊരു ഗണപതി അമ്പലമാണ്. അതുപോലെ താഴത്ത് കുരിശുണ്ട്. നല്ല ഒരു ഹൈക്കിംഗ് ആയിട്ട് അഡ്വഞ്ചറസ് ട്രിപ്പ് പോലെ ഈസിലി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു ചെറിയൊരു നല്ല സ്പോട്ട്. പിന്നെ ഈ പ്ലേസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിലിപ്പോൾ നമുക്ക് സൺറൈസും കാണാം, സൺസെറ്റും കാണാം. അതായത് സൺസെറ്റ് കാണാനായിട്ട് ഈ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു ചെറിയൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സൺസെറ്റ് കാണാം. അതുപോലെ സൺറൈസ് കാണാനായിട്ട് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒരു വലിയൊരു പാറയുണ്ട്. ആ പാറയുടെ മുകളിൽ മുനിയറയുണ്ട്. ആ മുനിയറനെ ചുറ്റിപ്പറ്റിയിട്ടാണ് മുനിയാട്ടുകുന്ന് എന്നുള്ളൊരു പേര് ഈ ഒരു സ്ഥലത്തിന് വന്നത്. നല്ല രസകരമായിട്ടുള്ള കാഴ്ചകളാണ്. അതായത് കാടിൻ്റെ ഉള്ളിലാണെന്ന് പറയും, എന്നാൽ കാടിൻ്റെ ഉള്ളിലല്ലായിരുന്നു. മൊത്തം ഈ ഒരു കുന്ന് ഇങ്ങനെ മൊത്തം പാറയിലൂടെ ചുറ്റപ്പെട്ട ഉള്ള ഒരു സ്ഥലമാണ്. പിന്നെ നല്ലൊരു വനത്തിൻ്റെ പ്രതീതിയുണ്ട്. പക്ഷെ പേടിക്കാനൊന്നുമില്ല. ഇവിടെ അത്രയും ഭയാനകമായിട്ടുള്ള വന്യജീവികളും കാര്യങ്ങളൊന്നും ഇപ്പോൾ നിലവിലില്ല. മുമ്പ് കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറച്ചിലുണ്ട്. പിന്നെ അങ്ങനെ തീർത്തും പറയാൻ പറ്റില്ല. പാമ്പ് എന്നൊരു സംഭവം കൂടി ഉണ്ടല്ലോ. സോ വരുന്നവരെ ശ്രദ്ധിക്കുക. പിന്നെ ഇതിപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇവിടെ പ്ലാസ്റ്റിക് വേസ്റ്റ് കുപ്പികൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഇപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലം ഒന്നല്ല, നമ്മൾ എവിടെ പോവുകയാണെങ്കിലും നമ്മൾ പ്ലാസ്റ്റിക് മാക്സിമം ഒഴിവാക്കുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവരുന്നത് നന്നായിരിക്കും. നല്ല നമ്മുടെ പ്രകൃതിനെ നശിപ്പിക്കുന്ന രീതിയിലുള്ളൊരു സംഭവം തന്നെയല്ലേ പ്ലാസ്റ്റിക്. സോ മാക്സിമം നമ്മൾ പ്ലാസ്റ്റിക് ഒഴിവാക്കുക. കൊണ്ടുവരാണെങ്കിൽ തിരിച്ചു കൊണ്ടുപോകാനുള്ള റെസ്പോൺസിബിലിറ്റി നമ്മുടേത് മാത്രമാണ്. അതായത് നല്ലൊരു സിറ്റിസൺ ആവുമ്പോൾ നമ്മൾ പ്രകൃതിനെയും നമ്മൾ മാനിക്കണം. സോ ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഈ ഒരു സ്ഥലത്തിൻ്റെ ഭംഗി ആസ്വദിക്കുക. ഇതിനുമായി എന്താ പറയുക, നല്ല അഡ്വഞ്ചറസ് ട്രിപ്പായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഇത് മുകളിലേക്ക് കയറാം. പിന്നെ മഴയുള്ള സമയത്ത് പാറയാണ് വഴുക്കലുണ്ടായിരിക്കും. അത് നല്ല സ്ലിപ്പറി ആയിട്ടുള്ള സീനാണ് ഇവിടെ ഉള്ളത്. സോ മാക്സിമം നല്ല നല്ല ചപ്പൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണതായിരിക്കും. ഇപ്പോൾ റെയിനി സീസണിൽ കുറച്ചും കൂടി ഉപകാരപ്പെടാം. ഇതാണ് നമ്മുടെ കുരിശ്. പിന്നെ ഇറങ്ങി വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു മരം കണ്ടു. ഇത് കൈമ നഖമൊക്കെ ഒട്ടിക്കണ ടൈപ്പ് പോലത്തെ ഒരു പൂവും എതളും ഒക്കെയുള്ള സംഭവം തന്നെയാണ്. ഇതിനിടയിൽ ഒരു കോള് വന്നു, അതുകൊണ്ടാണ് വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് പോസായി നിൽക്കണ പോലെ. ഈ പാറയുടെ അവിടെയാണ് ഞാൻ പറഞ്ഞ സൺറൈസ് കാണാൻ പറ്റും. പിന്നെ വരുന്ന വഴിക്കുള്ള മുളങ്കാടുകൾ. നമ്മുടെ വരന്തരപ്പള്ളിയിൽ മെയിനായിട്ട് റിസർച്ചിങ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതായത് യൂണിവേഴ്സിറ്റി ഉണ്ട്, റിസർച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ പോലെയുണ്ട് ഈ മുളങ്കാടുകളെ പറ്റിയിട്ടുള്ളത്. സോ ഈ മുളങ്കാടിൻ്റെ ഇതൊരു നല്ലൊരു വൈബ് സ്ഥലം തന്നെയാണ്. ഇത് ഫാമിലി ആയിട്ട് എല്ലാവരുമൊക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ഫോട്ടോസും പിക്സൊക്കെ എടുക്കാം. വരണ വഴിക്കൊക്കെ നിറച്ച് മുളങ്കാടുകളും കാര്യങ്ങളൊക്കെയാണ്. സോ അതും കൂടി ആസ്വദിക്കുക. അപ്പോൾ നിങ്ങൾക്കൊക്കെ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വണ്ടി എടുത്ത് നൈസായിട്ട് ഇതിലേക്കൂടെ ഒന്ന് കറങ്ങി പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ അധികം പോണത് ഒറ്റക്കൈ, നമ്മുടെ കയ്യിൽ വേറെ എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളൊന്നും ഇല്ലാത്തോ. സോ ഒറ്റക്കൈയിലുള്ള അഭ്യാസം കൊണ്ടാണ് എടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ അങ്ങനെ എടുത്തു. ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ
നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, ബെൽ ബട്ടൺ കുത്തിപ്പിടിച്ച് പൊട്ടിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക, പരിഗണിക്കാം കേട്ടോ. എന്താണെങ്കിലും വീഡിയോ കാണുന്ന എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബായ്.